മലർന്നു കിടന്ന് തുപ്പരുതെന്നാണ് അതിന്റെ പച്ച മലയാളം. അന്ധമായി ഒരാളോടോ ഒരു സമൂഹത്തോടോ ഉള്ള വൈരാഗ്യം നിങ്ങളെ അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് വിശ്വാസികളോടാണ്. എല്ലാം പരീക്ഷിച്ചറിയണം. നാളെ കലാനാഥൻ നമ്മെ വെല്ലുവിളിക്കും. എന്താണ് വെല്ലുവിളി? അള്ളാന്റെ ഹബീബിന്റെ ശരീരം മണ്ണ് തിന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ 10 കോടി തരാം, മദീന മുനവ്വറയൊന്നു മാന്തി അള്ളാന്റെ ഹബീബിന്റെ ശരീരം മണ്ണ് തിന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നവർക്ക് ഞാൻ 10 കോടി തരാമെന്ന് പറഞ്ഞാൽ, ഓ അന്ധമായ അസൂയവാദിച്ച മനുഷ്യരെ, ആ ഹബീബിന്റെ ജാറം പൊളിക്കാൻ നിങ്ങൾ പോകുമോ? ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കണ്ടേ? ഈമാൻ എന്താന്ന് മനസ്സിലാക്കണ്ടേ? മുസ്ലിങ്ങൾ ആരാന്ന് മനസ്സിലാക്കണ്ടേ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമീപിക്കേണ്ട ഒരു സമീപനമുണ്ട്. അവിടത്തോട് സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ആ നിലപാട് ബഹുമാനമാണ്. എന്നാൽ ആ ബഹുമാനം വിട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ അപകടത്തിൽ എത്തിക്കൂടാ. വഹാബികൾ ഇസ്ലാമിനെ പ്രമാണം കൊണ്ട് മനസ്സിലാക്കുന്നതിനു പകരം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി. ഇമാമിയങ്ങൾ സൂക്ഷ്മത കൊണ്ടും പ്രമാണം കൊണ്ടും മതത്തെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയത് റബ്ബിനെ ഭയമുള്ള പണ്ഡിതന്മാര് സ്വീകരിച്ചതാ. ആ വഴിയിൽ നിന്ന് പിരിഞ്ഞുപോയ ബിദഈകൾ, ആ ബിദഈകളെ ആനയിക്കേണ്ടവരല്ല സുന്നികൾ, അവർക്ക് ചായ കൊടുക്കേണ്ടവരല്ല സുന്നികൾ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ എഴുതാൻ സുന്നി പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതേ സഹോദരങ്ങളെ, ഒരിക്കലും ബിദഈകളുമായി സന്ധിയില്ല. അത് ചാണകമാണ്, ചാരിയാൽ വാസനിക്കുമെന്ന കാര്യം ഉറപ്പാ. ഒരിക്കലും യുക്തിവാദികൾക്ക് ഇസ്ലാമിൽ കടന്നു വരാൻ നമ്മൾ അവസരം കൊടുത്തുകൂടാ. എന്നിട്ട് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കല് പറയാണ്. എന്താ പറയുന്നത്? ചങ്ങരംകുളം മുജാഹിദീന് മടവൂർ മുജാഹിദ് പറയുന്ന പേരാണ് നവയാഥാസ്ഥികർ എന്ന് പറഞ്ഞാല് സലാം സുലൈമിന്റെ അത്ര യുക്തിവാദം എത്തിയിട്ടില്ല. അത്ര ബുദ്ധി ഇല്ലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള ബുദ്ധി കുരുത്തക്കേട് കൊണ്ട് പോയതായിരിക്കാം. എന്തായാലും ഇപ്പോ ചങ്ങരംകുളം മുജാഹിദിനെ കുറിച്ച് നവയാഥാസ്ഥികർ എന്നാണ് പറയുന്നത്. ആ നവയാഥാസ്ഥികരോട് കരിമ്പിലാക്കല് പറയാണ്, നിങ്ങളും കേരളത്തിലൊരു സുന്നിയാളും ഒരുപോലെയാണ്. അത്യാവശ്യം സംഭവമായിട്ടുണ്ടല്ലോ, വേണ്ടി വന്നാൽ നമുക്ക് ഇനിയും പറയേണ്ടി വരും. ഒരു വിഷയം കൂടുതൽ എന്തായാലും ചേർക്കേണ്ടതുണ്ടായിരുന്നു. അത് നമ്മളെ മുടി പ്രശ്നമാണ്. സമയമല്ല, ആരോഗ്യമില്ല. ആരോഗ്യമില്ലെങ്കിൽ 2 വാക്കും ഇപ്പൊ പറയാ, ബർക്കത്തേലും കിട്ടൂല. കുരുത്തക്കേട് വാങ്ങാനാണല്ലോ വഹാബിയാകുന്നത്. ആ മുടിയെക്കുറിച്ച് വിഭാഗം സുന്നികളും നവയാഥാസ്ഥികരും ഒരേ പാളയത്തിലാണുള്ളത്. ഇത്രയുള്ളൂ, ഒരേ പാളയത്തിൽ. ഈ പുളിക്കലിൽ വരെ പ്രസംഗിച്ചു എന്ന് ഞാൻ കേട്ടു, ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. എന്താ പ്രസംഗം? ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മുടി റസൂലുള്ളാഹിന്റെ മുടിയല്ല. ആയിരുന്നുവെങ്കിൽ അത് വെച്ച് ബർക്കത്തെടുക്കുന്നതിൽ ഞങ്ങൾ മുമ്പിലുണ്ടാകുമായിരുന്നു. എന്താരാ പറയുന്നത്? പേരിന് മുജാഹിദായ ആൾക്കാർ. പരീക്ഷിക്കണം എന്നാരാ പറഞ്ഞത്? അങ്ങനെയുള്ളൊരു സുന്നി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അംഗീകരിക്കാൻ പറ്റുമോ? സുന്നിയാക്കത് അംഗീകരിക്കാൻ പറ്റുമോ? മുജാഹിദ് ആകുകയാണെങ്കിൽ മടവൂരിന്റെ മാതിരി 100% യുക്തിവാദിയാകണം. സുന്നി ആകുകയാണെങ്കിൽ എ പി ഉസ്താദിന്റെ മാതിരി നല്ല ഖുറാഫിയാകണം. 5 നേരത്തെ നമസ്കാര വേളകളിൽ അത്തഹിയാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പറയുന്നെന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന് നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണം, അവിടുത്തെ കുടുംബത്തിനും ബർക്കത്ത് കൊടുക്കണം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് ചൊരിഞ്ഞു കൊടുത്ത പോലെ അള്ളാഹുവിന്റെ റസൂൽ വരെ ബർക്കത്ത് കിട്ടാൻ അള്ളാഹ് കൊടുക്കണം പറഞ്ഞത് അല്ലേ? ഖുർആൻ പറഞ്ഞ എന്താ പറഞ്ഞത്? അള്ളാന്റെ ഹബീബിന്റെ ഇപ്പത്തെ അവസ്ഥകള് ഒരു ബർക്കത്തുല്ലാതെ ആകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോ അള്ളാന്റെ ഹബീബിന് ഒരു ബർക്കത്ത് കിട്ടണമെങ്കിൽ നാളെ സുബൈക്ക് മൗലവി ഒന്ന് ദ്വാരക്കണം അത്തഹിയ്യാത്തില്. എന്നിട്ട് അള്ളാന്റെ ഹബീബിന് ബർക്കത്ത് കിട്ടണമെങ്കിൽ ഈ 1.25 മൗലവിന്റെ ദുആ കിട്ടിയിട്ട് വേണം കിബറിന്റെ രൂക്ക് നോക്കുകയാണെങ്കിൽ. ഓ മൗലവിമാരെ,
അള്ളാന്റെ ഹബീബിന് ബറക്കത്ത് കിട്ടട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത് നമ്മളെ ദുആ കൊണ്ട് റസൂലുള്ള രക്ഷപ്പെടാനല്ല, അള്ളാന്റെ റസൂലിന് ബറക്കത്ത് കിട്ടാൻ ദുആ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മൾ രക്ഷപ്പെടാനാണ് കേട്ടോ. അഹങ്കാരമാണ് വഹാബീസത്തിന്റെ കൂടപ്പിറപ്പ്. പിന്നെ മൗലവി പറഞ്ഞതെന്താണ്? ഒരു കാലത്ത് രണ്ട് വഹാബികളും കൂടെ നിന്നു പറഞ്ഞു, അള്ളാന്റെ ഹബീബിന്റെ ആസാറുകൾക്ക് ബറക്കത്തില്ല, അതൊരു സാധാരണ മുഹമ്മദാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ മടവൂര് മുജാഹിദ് മുയ്യിനെ പിടിച്ച മാതിരിയാ, വാദപ്രതിവാദത്തിനും സംവാദത്തിനൊന്നും കിട്ടൂല. കുടുങ്ങിയിട്ടാണെങ്കിലും ചങ്കരംകുളം മുജാഹിദ് ഇടയ്ക്ക് നമ്മളെ കൂടെയൊക്കെ വന്നിരുന്നു, ഇരുന്നപ്പോ കുടുങ്ങിയതാ, കുടുങ്ങി. അങ്ങനെ ചിലതൊക്കെ ചങ്കരംകുളം മൗലവിമാര് കണ്ടു. നേരത്തെ മൗലവിമാര് പറഞ്ഞ എന്താ, ഏതെങ്കിലും ഒരു സാധനത്തിന് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ സാധനം ദൈവമാകുന്നാണ് രണ്ട് മുജാഹിദും പറഞ്ഞത്. അതുകൊണ്ട് എവിടെ നിന്ന് ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാൻ. അതുകൊണ്ട് എവിടെ നിന്ന് ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ, ആ ഹബീബിന്റെ ആസാറുകൾക്ക് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ ആസാറ് ദൈവമായി പോൽ. ഈ വയല് കേട്ടുകാണ്ട അമുസ്ലിങ്ങളായ ആളുകളൊക്കെ തിരുകേശ പൂജ എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം തൗഹീദും ശിർക്കും അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരു സാധനത്തിന് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ, എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബ മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞില്ലയോ, സിദ്ദീഖ് തങ്ങളുടെ പുത്രി പറയുന്നത്, എന്റെ സഹോദരിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ജുബ്ബ സൂക്ഷിക്കപ്പെട്ടിരുന്നു. ആ ജുബ്ബ ഞാൻ എടുത്ത് പിന്നീട് സൂക്ഷിച്ചു വെച്ചു. എന്തിനാ സൂക്ഷിച്ചതെന്നറിയോ? അതേ, അതെടുത്തു വെച്ചത് എന്റെ വീടിന്റെ പരിസരത്തെ കുട്ടികൾക്ക് രോഗം വന്നാൽ ആ കുട്ടികളുടെ ഉമ്മമാരെന്റെ വീട്ടിലേക്ക് വെള്ളപാത്രം കൊടുത്തയക്കും. ആ വെള്ളത്തിൽ ഞാൻ ആ ജുബ്ബ മുക്കിയെടുക്കും. ആ വെള്ളം കൊണ്ടുപോയി കൊടുത്താൽ മക്കളുടെ രോഗം മാറും. അയൽപക്കത്തെ വീട്ടുകാർക്ക് മാത്രമല്ല, അവനാന്റെ വീട്ടിലും അങ്ങനെ തന്നെയാട്ടോ. രണ്ടു കുപ്പി കിട്ടിയത് ഒന്നായിട്ട് വിറ്റ് പെരീക്കൊന്നും എടുത്തക്കാത്ത പരിപാടിയല്ല. അവനാന്റെ വീട്ടിലും അങ്ങനെ തന്നെ, അയൽവക്കത്തെ വീട്ടിലും അങ്ങനെ തന്നെ. രോഗം വന്നാൽ ആ രോഗത്തിന് ശിഫ തേടുന്നത് ഹബീബ് ധരിച്ച ജുബ്ബ കൊണ്ടാ. ഇതൊരിക്കലും പരീക്ഷണശാലയിൽ കൊണ്ടുപോയി ആ ജുബ്ബയിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്ന വല്ലതുമുണ്ടോന്ന് ശാസ്ത്രത്തിന് പരീക്ഷിക്കാൻ കൊടുത്താൽ ശാസ്ത്രത്തിനത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇസ്ലാം പരീക്ഷിച്ചറിയേണ്ട ഒന്നല്ലല്ലോ. യുമിനൂന ബിൽ ഗൈബ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ചിലതിന് അങ്ങനെ എന്നാണ് മറുപടി. ആ അന്ധവിശ്വാസം സ്വീകരിക്കാത്തവർക്ക് ഇസ്ലാമാകാൻ കഴിയില്ല. മൗലവിമാർ എന്നിട്ട് എത്ര ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി. മുജാഹിദ് മൗലവി പറയുന്നത് ഹബീബിന്റെ തിരുകേശം സൂക്ഷിച്ചത് ബറക്കത്തെടുക്കാനല്ല, മരിച്ച വാപ്പാന്റെ ഓർമ്മക്ക് വേണ്ടി എടുത്തു വെക്കുന്ന പേന പോലെയാ. അതിൽ ബറക്കത്തുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കും സ്നേഹമുള്ള മക്കള്. എന്നിട്ട് എന്തേ മൗലവി വല്യാപ്പാന്റെ ഒരു മുടി നിന്റെ കയ്യിലില്ലാഞ്ഞത്? എന്തേ ഏതെങ്കിലും ഒരു വല്യാപ്പാന്റെ മുടി ഈ താനാളൂരിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും വഹാബി കുടുംബത്തിലെ പൗരാണികരായ പിതാക്കളുടെ തലയിൽ നിന്നോ താടിയിൽ നിന്നോ ഒരു രോമം ഓർക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടോ? രണ്ട് ശൈലിയാ. ബുദ്ധി കുറച്ചൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ ചങ്കരംകുളം മുജാഹിദ്. അപ്പൊ മുജാഹിദ് ദുർവ്യാഖ്യാനിച്ചു, അത് ബാപ്പാന്റെ മുടി പോലെയാണ്. ഹദീസ് തള്ളാൻ വെച്ചല്ലോ. എന്നാൽ മറ്റേ മുജാഹിദിന് സംഗതി എളുപ്പാ. ഞമ്മളെ തലക്കൊത്തിട്ടില്ല, പോട്ട വണ്ടി. അതെന്നെയാ കലാനാഥനും പറയണേ, ഞമ്മളെ തലക്കൊക്കണില്ല. അതെന്നെയാ പിണറായിക്കുള്ള വിഷമം, ഞമ്മളെ തലക്കൊക്കണില്ല. ആയിക്കോട്ടെ, പിണറായി വിശ്വസിക്കണമെന്നില്ല, പക്ഷേ മുസ്ലിം വിശ്വസിക്കണ്ടേ? ഈമാൻ കിട്ടണമെങ്കിൽ അത് വിശ്വസിക്കണ്ടേ?
തെരുവുകളിൽ പ്രമാണങ്ങളുമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകന്മാർ രംഗത്ത് വന്നപ്പോൾ സമുദായത്തിന്റെ പ്രതിക്കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ വഹാബികൾ തിരുത്തി. ബാപ്പാന്റെ മുടി പോലെയാണ് എന്ന് പറഞ്ഞ മൗലവി ഇപ്പൊ നെഞ്ഞത്തടിച്ച് നൊലോളിക്കാണ്. ഏയ് അങ്ങനെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളെക്കാൾ ഊക്കില മൗലവി പറയുന്നത്. ഇനി മുടി കിട്ടിയെന്ന് പറയുന്ന സഹാബികളിലെ മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചോ? അത് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് നബിയുടെ മുടിയിൽ ഒന്നുമില്ല എന്ന വിശ്വാസമുണ്ട്? അവിടെ നിൽക്കണ മുജാഹിദിന് തന്നെ ഉണ്ട്. പേരോണ്ടും മുജാഹിദ, വിശ്വാസം കൊണ്ടും മുജാഹിദ. ആ നിൽക്കണ മുജാഹിദിന് തന്നെ വിശ്വാസം ഉണ്ട്, പിന്നല്ലേ ഇരിക്കണ മുജാഹിദിന് ഉണ്ടെങ്കിൽ സഹോദര തിരുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ തിരുത്തിക്കും, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തലയില് ഇസ്ലാമാന്ന് പറഞ്ഞാൽ തിരുത്തിക്കും. മടവൂരിയാളെ മാതിരി യുക്തിവാദികളാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിടും. അതൊക്കെ കലാനാഥന്റെ വണ്ടിക്കാണ് വിടും. ഇസ്ലാമാന്ന് പറഞ്ഞു വന്നാലേ തിരുത്തിക്കും, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് പോകുന്ന അപ്പുറത്തെ വണ്ടി കയറ്റും. മൗലവി പറയാം. എന്നിട്ട് മൗലവി പറയാ ബുഖാരിയിൽ ഹദീസൊക്കെ മൂപ്പര് കണ്ടിന്യൂല്ലോ. നാം അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിക്ക് ബർക്കത്തില്ല എന്ന് പറഞ്ഞവരാണ്. അല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിക്ക് ബർക്കത്തുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ ആരും നിഷേധിച്ചിട്ടില്ല. ബുഖാരിയിലെ ഹദീസ് നിറഞ്ഞ കണ്ണുകളോടെ കണ്ടവരാണ് ഞങ്ങൾ. മുസ്ലിമിലെ ഹദീസ് നിറഞ്ഞ കണ്ണുകളോടെ കണ്ടവരാണ് ഞങ്ങൾ. ഹദീസ് റിപ്പോർട്ടുകളിൽ അതുമായി ബന്ധപ്പെട്ടത് കണ്ടതാണ് ഞങ്ങൾ. പിന്നെ എന്തിനെ ചങ്ങായിച്ച് ബാപ്പാന്റെ മുടിയോലിയാന്ന് പറഞ്ഞത്? ബാപ്പാന്റെ പേനോലിയാന്ന് പറഞ്ഞത് എന്തിനാ? മുസ്ലിമേ, ഇത് ഈമാനാണ്, ഇത് ഇസ്ലാമാണ്. വൈദ്യരുടെ പീടികയിൽ നിന്ന് വാങ്ങുന്ന മരുന്നിന്റെ ഷീട്ട് പോലെ മാറ്റിത്തിരുത്താനുള്ള ഏർപ്പാടല്ല. ഒരു കാലത്ത് ബാപ്പാന്റെ പേന പോലെയാന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പം നെഞ്ഞത്തടിച്ചു പറയുന്നു ബുഖാരിയിൽ അങ്ങനെ ഹദീസ് ഉണ്ട് പോൽ. എന്നാ മുജാഹിദ് നന്നായിക്കണോ? ഇതൊരു ബോളുവാണ്. അതായത് നേരത്തെ നമ്മളാ മടവൂര് മുജാഹിദ് നേർക്ക് നേരെ മൂക്ക് പിടിച്ചു. അതുകൊണ്ട് നമുക്ക് പോലെ യുക്തിവാദത്തിന്റെ വണ്ടിയിലാണ് കയറ്റ. ചങ്ങരംകുളം മുജാഹിദിന് മനസ്സിലായി ഇത് മാപ്പിളാരെ കൂട്ടത്തിൽ പെടണമെങ്കിൽ ഈ പരിപാടി പറ്റൂല, മാപ്പിളാര് വണ്ടി കയറ്റും. അങ്ങനെ മുജാഹിദീങ്ങളൊന്ന് തലചിറ്റി മൂക്കുടിച്ചാൻ തീരുമാനിച്ചു. അതെന്താ? മൗലവി ഇപ്പൊ പറഞ്ഞ് ബർക്കത്തുണ്ട് എന്നാണ്. എന്നാ വെള്ളം കുടിച്ചാൻ കിട്ടുമോ? അത് കിട്ടൂല. അതിന് മൗലവിമാര് ദുർവ്യാഖ്യാനം വീണ്ടും ഉണ്ടാക്കി. എന്താ വീണ്ടും? സാധനം അതിന് കിട്ടാല്ല. സാധനമൊക്കെ ബർക്കത്തുള്ള നല്ലത്, അതിന് അങ്ങനെ ഒന്ന് കിട്ടാൻ വേണ്ടേന്നാണ്. പക്ഷെ ഇന്ന് ലോകത്തെവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുള്ള ഒരു തിരുശേഷിപ്പും എവിടെയും സൂക്ഷിച്ചിട്ടില്ല. ഹസ്രത്ത് ബാലിലുമില്ല, വെല്ലൂരിലുമില്ല, ടോപ്പ് ഡൽഹിയിലെ തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുമില്ല. ഇല്ലാന്ന് പറയാൻ തോനെ ചെലവൊന്നും വേണ്ട. കാരണം അവനാ കാണാത്തതൊക്കെ ഇല്ലാന്ന് പറയാൻ പറ്റും. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. UAE പോകാത്ത ഒരാൾ വന്നിട്ട് പറയാം UAE പറഞ്ഞ അങ്ങനെ ഒരു ജന്തു കൂടിയാനൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാനത് കാണണ്ടല്ലേ? ഇല്ല, അതിനുള്ളോടത്ത് പോണ്ടേ. UAE ഇല്ല എന്ന് പറയലല്ല, ഉള്ളോളം പോയി നോക്കലാണ് കാണുമെന്നുള്ളത്. നോക്കിങ്ങള്, ഇത് തലി കെട്ടി പറഞ്ഞാലും തലി കെട്ടാതെ പറഞ്ഞാലും സാധനം മറ്റതാണ്. അത്രേ നമുക്ക് അതിന് പറയാനുള്ളൂ. എന്തേ ഇല്ല എന്ന് പറയാൻ കാരണം മൗലവി പറയാണ് സനദ് ഉള്ളത് എവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സനദുള്ള ഒന്നും തെളിയിക്കാൻ ഇലാ യൗമിൽ ഖിയാമ ഇവർക്ക് സാധിക്കൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അവനാ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് ഉള്ളോടത്തൊന്ന് പോയി നോക്കണ്ടേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട AP ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഇപ്പൊ പറഞ്ഞത് എന്താ? വിദേശത്തെവിടെയും മൗലൂദില്ല എന്നൊക്കെയാണ് കേസ്. വിദേശത്തൊന്നും മൗലൂദില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒരു കാലത്ത് ബലതൊക്കെ പറഞ്ഞതാ ഈ ബുർദി മാലി മൗലൂദൊന്നും ലോകത്ത് വേറെ എവിടെ ഇല്ല. അത് ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ മാത്രമുള്ളൂ എന്നാ. അന്ന് AP ഉസ്താദ് പാസ്പോർട്ട് എടുത്തിട്ടില്ല കേട്ടോ. AP ഉസ്താദ് പാസ്പോർട്ട് എടുത്ത് വിമാനം കയറിയ ശേഷം പിന്നെ ഇബ്ബർത്താനം വഹാബികൾ പറഞ്ഞിട്ടില്ല. കാരണം ഉസ്താദ് ലോകത്തു കൂടെ നടക്കാൻ തുടങ്ങിയപ്പോ അവിടെ ബുർദിയ, ഇപ്പറയണൊക്കെ ബെർദിയാന്ന് അപ്പോഴാ മനസ്സിലായത്. മുസ്ലിം സമുദായത്തെ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ കിണറ്റിലെ തവളകളാക്കാൻ ശ്രമിച്ച വിധൈകളോട് ബുദ്ധിപരമായ പോരാട്ടം നിർവഹിച്ചു കാന്തപുരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്നങ്ങക്ക് കേൾക്കണോ? ഇന്ന് ലോകത്തെല്ലോടത്തും മൗലൂദ. പിന്നെന്താന്ന് ചോദിച്ചാല് ഓരോ രാജ്യത്തിനും ഓരോ സ്വഭാവം ഉണ്ടാവും അല്ലേ? UAE-യിലും സൗദിയിലും ചെന്നങ്ങനെ കണ്ണ് കണ്ട അങ്ങാടിയിൽ മുഴുവൻ മൈക്കെട്ടി വേലറിയാൻ പറ്റും. എന്ന മാതിരി കണ്ണ് കണ്ട അങ്ങാടിയിൽ ബുർദല്ലാനും പറ്റൂല.
പിന്നെ ചെല്ലണ്ടോടത്തും പ്രവർത്തിക്കേണ്ടോടത്തും ഒക്കെ ഉണ്ട്. ഈ കടുകട്ടിയുള്ള തൗഹീദാണ് അല്പം വഹാബികൾ പറയല്. നിങ്ങൾ ആ തൗഹീദൊന്ന് സൗദി അറേബ്യന്റെ അങ്ങാടിയിലൊന്ന് മൈക്കെട്ടിയാണ്ട് ഈ നേരത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാണ് വിവരം അറിയില്ലേ മൗലൂദായിട്ട്. അതിന്റെ അർത്ഥം വേലറിയാനും പാടില്ല എന്നാ സൗദിയിൽ തെരുവിൽ നടക്കാത്തത് കൊണ്ട്. വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന മൗലിദിന്റെ സദസ്സുകൾ اللهم صل وسلم وبارك عليه اللهم صل وسلم وبارك عليه اللهم صل وسلم وبارك عليه صلى الله يا حبيب الله يا حبيب جبريل يا أهلا وسهلا مرحبا مصطفى مجتبى أهلا وسهلا مرحبا بسني جميل قادر مرحبا أمير العشائر الصلاة والسلام يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك صلوات الله عليك مرحبا सलवार की आमद मरहबा दिलदार की आमद मरहबा मक्की की आमद मरहबा मदनी की आमद मरहबा 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 बोलो मरहबा 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 बोलो. ഒരു മഹാത്ഭുതമാണ്. നേർച്ച നേർന്ന ബലിമൃഗങ്ങളുടെ ഇറച്ചിയിൽ വേവിച്ചെടുത്ത സ്വാദിഷ്ടമായ വിഭവങ്ങൾ. क्या खबर कितने तारे खिले छुप गए क्या खबर कितने तारे खिले छुप गए. ഇസ്ലാമോഫോബിയയുടെ ഇക്കാലത്തും സ്നേഹപ്രവാചകന്റെ പിറവി ആഘോഷിച്ച് അവർ ഭീകരതയെ പ്രതിരോധിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ സ്വരച്ചേർച്ചയുള്ള മുദ്രാവാക്യങ്ങളിൽ അവർ അനുരാഗത്തെ വിലയിച്ചെടുക്കുന്നു. വർഷത്തിന്റെ റബീഅ രാവിൽ തടിച്ചുകൂടിയ വൻ ജനാവലി. അൽബേനിയൻ ഭാഷയിൽ പ്രകീർത്തന ഗാനം പാടുന്ന കുട്ടികൾ. ഡെൻമാർക്ക് ജില്ലൻസ് പോസ്റ്റൻ എന്ന പത്രം തിരുമേനിക്കെതിരെ വിഷം തുപ്പിയ നാട്. ഇവിടെ പ്രതിരോധത്തിന്റെ ഇന്ധനം സ്നേഹത്തിന്റെ വീര്യമേറിയ ഉൾപ്രേരകമാണ്. ന്യൂയോർക്ക് സിറ്റി അമേരിക്കൻ മുസ്ലിങ്ങൾ. സ്നേഹം തിരതല്ലുന്ന ആഘോഷം. വിശ്വാസത്തിന്റെ കുതിപ്പും കിതപ്പും ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും തിരുമുത്തിന് സമർപ്പിച്ച താളൈക്യത്തിന്റെ സംഘപേരി. ഇംഗ്ലീഷ് ഭാഷയിലെ പ്രണയാവിഷ്കാര പ്രഘോഷണങ്ങൾ. نتبعه إلهنا واحد وما نحن إلا عباد له وقد بعث لنا رسولا فآمنا به النبوي Allah. La ilaha illallah
അൾജീരിയയിലെ തിജാനിക്ക യൂണിവേഴ്സിറ്റിയിൽ വർഷം തോറും വിപുലമായി ആചരിക്കുന്ന നബിദിനാഘോഷത്തിന്റെ ടെലിവിഷൻ റിപ്പോർട്ട്. യമനിലെ പ്രമുഖ പണ്ഡിതൻ ഉമർ ഹഫീവ് നബിദിന രാവിൽ സംഗമിച്ച 10 ലക്ഷത്തിലേറെ വരുന്ന ജനസാഗരത്തെ അഭിസംബോധന ചെയ്യുന്നു. UAEയിൽ നിന്നുള്ള മൗലിദ് സംഘം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഒരു ബുർദ സദസ്സ്. സഹോദരങ്ങളെ, ലോകത്തിന്റെ തെരുവുകളിൽ പ്രവാചക പ്രേമികളുടെ ചുണ്ടുകളിൽ നിന്ന് ഇതൾ വിരിയുന്ന പ്രകീർത്തനങ്ങളുടെ മഹത്തായ മജ്ലിസുകളെയും പ്രകീർത്തന സദസ്സുകളെയും മുഖ്യധാര മുസ്ലിങ്ങളിൽ നിന്ന് ബിദൈകൾ അടർമാറ്റി കേരളത്തിൽ മാത്രമുള്ള ഖുറാഫാത്തായി പ്രചരിപ്പിച്ചൊരു കാലണ്ടായിരുന്നു മൗലവി. അതൊന്നും ഇനി നടക്കൂല, അതൊന്നും ഇനി നടക്കൂല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട AP ഉസ്താദ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കു ശേഷം ആഗോളതലത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുമായി കേരളീയ മുസ്ലിങ്ങളെ ബന്ധപ്പെടുത്തിയ അംബാസഡറാണ് കാന്തപുരം ഉസ്താദ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അക്കാലത്ത് അറക്കൽ രാജകുടുംബത്തെ വിവിധ ഇസ്ലാമിക രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിരുന്നെങ്കിൽ 36-ലധികം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നബിദിന പരിപാടികളിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു പണ്ഡിതൻ ഇന്ത്യയിലുണ്ട്. അത് ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാ. ആ പണ്ഡിതൻ കേരളീയ മുസ്ലിങ്ങളെ വിദേശ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തി. ഒറ്റപ്പെട്ടുപോയ മുസ്ലിം കൈരളിയെ മുസ്ലിം മുഖ്യധാരയുമായി ബന്ധപ്പെടുത്തി. ഇന്ന് AP ഉസ്താദ് കേരളത്തിൽ വെച്ചൊരു ബുറുദ ചെല്ലുകയാണെങ്കിൽ ഒപ്പം ബുറുദ ചെല്ലാൻ പള്ളിയിലെ മൊല്ലാക്കി അല്ല ഉണ്ടാകുക, മക്കത്തെ ഈ അബ്ബാസ് അലി മാലിക്കിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥ വന്നു. ഇപ്പം മടവൂർ മുജാഹിദിലെ ഒരു മൗലവി പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് ഈ ഖുറാഫാത്തൊക്കെ കേരളത്തിലുള്ളൂ എന്നാ. ഇപ്പം മുജാഹിദ് മൗലവി പറഞ്ഞ എന്താണ്? ഈ മുജാഹിദ് എന്ന് പറയുന്ന സാധനം കേരളം വിട്ടാ പിന്നെ എവിടെയും കിട്ടാല്ല എന്നാണ്. ഉസ്താദിന്റെ പാസ്പോർട്ടിന്റെ കറാമത്തായി പറയുന്നത്. അത് അങ്ങനെ മനസ്സിലാക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ നോക്കാൻ നിങ്ങള്, ഇവിടെ ഒരു കാലത്ത് കേരളത്തിൽ സുന്നത്തിയമായത്തുള്ളൂ, അവിടുന്ന് അപ്പുറം ഇതില്ലാന്ന് പറഞ്ഞ വഹാബികൾ ഇപ്പൊ തിരുത്തിച്ചു. തിരുത്തണമെന്ന് മുജാഹിദ് മൗലവി പറഞ്ഞില്ലേ, തിരുത്തിക്കും. അതാ ഞങ്ങൾ ഈ പണിയെടുക്കണേ. എന്നിട്ടോ മുജാഹിദ് മൗലവി പറഞ്ഞ എന്താണ്? സാധനം കിട്ടാനാണ്. പക്ഷേ AP ഉസ്താദ് അത് പൊളിച്ചു. കാരണം ഉസ്താദിന് ലോകത്തെ പ്രവാചക പ്രേമികളെ അറിയാം, ഉസ്താദിനെ ലോകത്തെ പ്രവാചക പ്രേമികൾക്കറിയാം. അങ്ങനെയാണ് ലോകത്തറിയപ്പെടുന്ന മഹാനായ അഹമ്മദ് ഖസ്റജി തന്റെ കയ്യിൽ ഒരുപാട് തിരുശേഷിപ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങളതുണ്ട്, സ്വഹാബികളേതുണ്ട്. ലോകം സഞ്ചരിക്കുന്ന ഒരു ചരിത്ര പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലോകത്തെ പല കേന്ദ്രങ്ങളുമായി ബന്ധമുണ്ട്. പല തിരുശേഷിപ്പുകളും സ്വീകരിച്ച് സൂക്ഷിച്ചു വെക്കുന്ന ഹിദ്മയാണ് അദ്ദേഹത്തിന്
നിന്റെ ഹോബി. ആ പണ്ഡിതൻ തന്റെ കൈവശമുള്ള ശേഖരങ്ങളിൽ നിന്ന് അള്ളാന്റെ ഹബീബിന്റെ ഒരു തിരുകേശം, ആ തിരുകേശം അള്ളാന്റെ ഹബീബിന്റെ തിരുകേശത്തിൽ നിന്ന് അല്പം മഹാനായ ഖസ്റജിക്ക് നൽകുകയാണ്. അങ്ങനെ നൽകിയപ്പോൾ AP ഉസ്താദ് പറഞ്ഞു, സാധനം കിട്ടാല്ലാത്തിന്റെ പേരിൽ നിങ്ങൾ വെള്ളം കുടിച്ചാതെ കണ്ട, സാധനം നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ വഹാബികള് പറഞ്ഞു സനദില്ല. നമ്മൾ പറഞ്ഞു നിങ്ങളില്ലാന്ന് റോട്ടുമ പറയല്ലേ, നിങ്ങൾ ഉള്ളോടത്തേക്ക് പേരി, മർക്കസിക്ക് പേരി, മുടില്ലോടത്തല്ലേ സനദും ഉണ്ടാകുക. അപ്പം മുജാഹിദ് മൗലവി പറഞ്ഞ മറുപടി എന്താ, നിങ്ങള് മുടി ഉണ്ടാക്കിയ ഏപ്പിക്ക് സനദ് ഉണ്ടാക്കാൻ വെക്കൂലേ? വെയ്ക്കും, അതുകൊണ്ടാ കാട്ടിത്തരാന്ന് പറഞ്ഞത്. സനദ് എന്നപ്പോ ജിബിരിയിൽ കൊണ്ടുവന്നേരൂലല്ലോ, ഇമാം ബുഖാരി സനദ് ഉണ്ടാക്കിയത് തന്നെയല്ലേ. അപ്പൊ സഹോദരന്മാരെ സനദ് ഉണ്ട്. പിന്നെങ്ങനെ എന്താ അറിയോ, ഞാൻ നാള് പിന്നെ പീഡിയൊക്കെ ചെന്നപ്പോ ഒരാള്, അല്ല ഉസ്താദിന്റെ മരോപ്പ് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളെ ബാപ്പാരൻ അപ്പുറത്തേനി, ഞങ്ങൾ AP സുന്നിയായപ്പോ ഞങ്ങളെ ബാപ്പാരൻ അപ്പുറത്തേനി. പിന്നെന്ത് ചെയ്തു, മറ്റേ മകങ്ങനെ അപ്പുറത്ത് നിന്നു, ഞങ്ങൾ ഇപ്പുറത്ത് നിന്നു. ഞങ്ങളേക്കെന്ന് ബാപ്പ കണ്ടത് അഞ്ചോത്ത് നിക്കാരാ, മറ്റോടത്ത് കണ്ടത് ഇലക്ഷൻ വരുമ്പോ ഊര കുലുക്കി ചാടല. അങ്ങനെയാ ബാപ്പ ഞങ്ങളൊപ്പം കൂടിയത്. പക്ഷേ ഉസ്താദിന്റെ ആരും നമ്മളെ കൂട്ടത്തിൽ നിന്നോലെ ആരും അപ്പുറത്ത് പോയിട്ടില്ല, അത് വേറൊരു വിഷയം. പിന്നെ ഏതോ കാലത്ത് പോയി ആരോ സനദ് ഉണ്ടാക്കിയെന്ന ആരെങ്കിലും പോയി എന്ന് പറയുന്നവരോട് എന്നേപ്പ അയാൾ നമ്മളൊപ്പം ഉണ്ടായി എന്ന് ചോദിച്ചാൽ മതി, വിഷയം തീരും. അപ്പോ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, സനദ് ഉണ്ടാക്കി ഇതും തിരിയാത്തോലുണ്ട്. അപ്പൊ AP ഉസ്താദ് സനദ് കാട്ടിക്കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഉണ്ടാക്കിയതാണ്, അത് കാണാൻ വരൂല. എടുത്തിട്ടപ്പോ അവര് AP മുസ്ലിയാരിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാ, പിറ്റേന്ന് ഫോൺ ചെയ്തിട്ട് പറയാ, നിങ്ങൾ ഞങ്ങളെ കൂടെ പോരാൻ തയ്യാറുണ്ടെങ്കിൽ മർക്കസ് ഞങ്ങൾ സനദ് കാണിച്ചാ, ഞങ്ങൾ വണ്ടിയിട്ട് വരെ ഞങ്ങൾ കേറിയാ മതി, അവിടെ പോയിട്ട് സനദ് കണ്ടെങ്കിൽ പോരാൻ. ഞാൻ പറഞ്ഞു, മുസ്ലിയാരെ മുടി ഉണ്ടാക്കി APക്ക് സനദ് ഉണ്ടാക്കാൻ പണിയുണ്ടോ, അതുകൊണ്ട് ആ വരെ തട്ടിപ്പാ നിർത്തി കാണിയാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇവല അടുക്കളയിൽ ജിബിരിയിൽ ചെല്ലോ സഹോദരന്മാരെ, ഇത് റസൂലുള്ളാന്റെ തിരുകേശാന്ന് പറയാൻ. അങ്ങനെ ജിബിരിയിൽ ഇറങ്ങിയിട്ട് ബൽക്കാൻ വെള്ളം കുടിച്ചാൻ കൂടുവോ? കൽബിൽ വിശ്വാസല്ല, സമുദായത്തോട് പറയാനുള്ള പേടിയാണ്. അതിനാണ് മറ്റു ചില മരുന്ന് പറഞ്ഞു വരുന്നത്. എന്നാൽ ഉസ്താദ് കാണിച്ചു കൊടുത്താൽ അത് ഉസ്താദ് ഉണ്ടാക്കിയതാ എന്ന പ്രചരണം വന്നപ്പോൾ ഈ സമൂഹത്തിൽ നിരീശ്വരവാദികൾ കൈകടത്തരുതാ, ഈ സമുദായത്തിന്റെ വിശ്വാസത്തിൽ ഭൗതികവാദികൾ കൈയടക്കരുത് എന്ന നല്ല മനസ്സോടെ മഹാനായ കാന്തപുരം ഉസ്താദ് പൊതുസമൂഹത്തോട് പറഞ്ഞതെന്താണ്? എന്റെ കയ്യിൽ നിന്ന് കാണിച്ചു തന്നാൽ അത് ഞാൻ ഉണ്ടാക്കിയതാ എന്ന് നിങ്ങൾ പറഞ്ഞു വീണ്ടും കലഹിക്കും. അതുകൊണ്ട് തന്ന ആളുണ്ടല്ലോ അഹമ്മദ് ഖസ്റജി, അയാളെ കയ്യിൽ പോയി നമുക്ക് പരിശോധിക്കാം. കാരണം അഹമ്മദ് ഖസ്റജി കേരളത്തിലെ സുന്നികൾക്ക് പ്രത്യേകിച്ചും സ്വീകാര്യനാണ്, കേരളീയ മുസ്ലിങ്ങൾക്ക് മൊത്തം അദ്ദേഹം മാന്യനാണ്, ലോക മുസ്ലിങ്ങൾക്ക് അദ്ദേഹം മാന്യനാണ്. അതുകൊണ്ട് അവിടെ പോയി ഒന്ന് പരിശോധിച്ചുകൂടെയോ? അപ്പ പറഞ്ഞു, അപ്പ കണ്ടോ മൂപ്പരേക്കല്ലോ, അവിടെയാണോലുള്ളത്. എന്താ അതിന് കാട്ടുക? ഇതിനെന്താ കാട്ടുക? പൂവമ്പായൊക്കെ എന്ത് തിന്നാൻ കൊടുത്താലും കുറ്റം പറയുന്ന ഒരു ചങ്ങായിണ്ട്. നല്ല ഒരു കുഴപ്പമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കി ഒക്കെ റെഡിയായി. അപ്പോ ഒരു പൂവമ്പായുണ്ട്, ഈ ഒരു കുറ്റം പറയാല്ലാത്തോണ്ട് പറഞ്ഞു പൂവമ്പഴം കുറച്ച് വലുപ്പേറിയാണ്, മൈസൂർ പഴത്തിനേക്കാളും ഒരു കുഴപ്പം പറയാല്ലാത്തോണ്ട്. അങ്ങനെ വലുപ്പേറിയ കുഴപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരന്മാരെ. ജനുവരി 30 ലക്ഷങ്ങൾ കണ്ടുപോയി. എന്റെ നാട്ടിൽ നിന്നൊരു ചങ്ങായി പോയി, പീഡിയ കൊലയും ഒരു സ്വൈരം തരാത്ത ചങ്ങായി. ഓൻ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ ഓന് വെള്ളം കിട്ടാൻ നമ്മളെ പിന്നാലെ. ഇപ്പൊ പീഡിയ കൊലയും മൊത്തം നമ്മൾ ഓൻ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. ഇപ്പൊ നമ്മളെ വർത്താനല്ല, ഓൻ പറയുന്നുണ്ട് നീളം വണ്ണം വലുപ്പൊക്കെ. ഇതൊക്കെ ഖബറിലെ കാര്യം നമ്മൾ ഇവിടുന്ന് തല്ലൂടാ, മർക്കസ് പോയാൽ കാണാൻ പറ്റിയ സംഗതിയല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഫോൺ വിളിച്ചാണ്, അല്ല നിങ്ങൾ എന്താന്ന് കാട്ടിത്തരുമോ? അന്നോൻ എവിടെ ഉണ്ടായി? ഇതൊക്കെ സോക്കട് വേറെയാ, നമ്മളെ ഊർജയിന് ചെലവാക്കാൻ പറ്റൂല. മഹാനായ AP ഉസ്താദ് എന്ന സമുദായ സ്നേഹിയുടെ മാന്യമായ അഭ്യർത്ഥന. പണ്ട് ഡോക്ടർ അഹമ്മദ് ഖസ്റജി വിശ്വസ്തനാണെന്നും അദ്ദേഹത്തിന്റെ കൈവശം ഉള്ള തിരുകേശം സത്യമാണെന്നും പറഞ്ഞവർ തന്നെ അത് തിരുത്തി പറയുകയും ഇപ്പോൾ അദ്ദേഹത്തെ തെറ്റായി
പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒരു സംശയം അവർക്കുണ്ടായാൽ ന്യായമായും അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തോട് ഇതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിരുന്നു ഏറ്റവും നല്ലത്. അത് ചെയ്യാതെ ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കി മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും മറ്റ് സമുദായങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത ഒരിക്കലും ശരിയല്ലാത്തതുകൊണ്ട് ആ രംഗത്തുള്ള ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായ അപേക്ഷയുള്ളത്. സഹോദരന്മാരെ, സമുദായ സ്നേഹിയായ ഒരു പണ്ഡിതന് ഈ വിഷയത്തിൽ ഇതിന്റെ അപ്പുറത്ത് എന്താ ചെയ്യാൻ കഴിയുക? ഇതിന്റെ അപ്പുറത്ത് എന്തു പരിഹാരമാ പറയാൻ കഴിയുക? ഇപ്പടുത്തേതൊരു കാര്യപ്പെട്ട ആള് പറഞ്ഞത്രേ, ഇങ്ങനത്തെ വിഷയമൊക്കെ കൊണ്ടുവന്നുകാണ്ട് ഇസ്ലാമിനെ മോശാക്കി. അള്ളാന്റെ റസൂലിനെ പലരും ചീത്ത പറയുന്നുണ്ട്, അതുകൊണ്ട് റസൂലുള്ളാനെ തന്നെ അയക്കാതെന്നാ പോരെ ഇനി അള്ളാഹ്ക്ക്? അതല്ലല്ലോ അതിന് പരിഹാരം. എലിയെ പേടിച്ച് ഇല്ലം ചുടലല്ല, എലിയെ ഇല്ലത്തിൽ നിന്ന് പുറത്താക്കലാണ് ബുദ്ധി. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, ആ പണ്ഡിതൻ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഇസ്ലാമിനെ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കും. ഈ തർക്കം നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകരുത്. ഈ തർക്കത്തിന് നമുക്ക് മാന്യമായി പരിഹാരം കാണണം. മാത്രമല്ല, തെരുവുകളിൽ ഈ തോന്നിവാസം പറഞ്ഞ് തെരുവും കലുഷിതമാക്കിയപ്പോഴും കാന്തപുരം ഉസ്താദ് പറഞ്ഞു നാക്കനക്കി പോകല്ല. തെരുവുകളിൽ സാധാരണക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അമുസ്ലിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകും. നമ്മൾ ഈ മാന്യമായ വഴിയിലൂടെ ആളുകളെ കൊണ്ടുപോകാം. ഇതല്ലേ ഒരു പണ്ഡിതന് ചെയ്യാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം ഖസ്റജിയുടെ വീട്ടിലേക്ക് വിളിച്ചത് വെറുതെയല്ല. കാരണം ഖസ്റജിയുടെ വീട് മലർക്ക തുറക്കപ്പെട്ടതാണ്. അവിടെ ലോകത്തെ വിവിധ ദിക്കുകളിൽ നിന്ന് പണ്ഡിതന്മാര് ചൊല്ലുന്നുണ്ട്. ആ പണ്ഡിതന്മാരവിടെ ആസാറിന്റെ പ്രദർശനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, ബറക്കത്തെടുക്കാറുണ്ട്. വിശുദ്ധ ഹറമിലെ പ്രഗൽഭനായ പണ്ഡിതൻ മഹാനായ അബ്ബാസ് അലി മാലിക്കി ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ വീട്ടിലെ ആസാറിന്റെ പ്രദർശന ദിവസം ഹബീബിന്റെ മൗലിദ് സദസ്സിന് നേതൃത്വം കൊടുക്കുന്നത് നോക്കൂ സഹോദരന്മാരെ. ഇത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഖസ്റജിയും ഉണ്ടാക്കിയ ഒരു കള്ളക്കച്ചവടമല്ല. ലോകത്തെ മുസ്ലിങ്ങൾ അംഗീകരിച്ചു പോരുന്ന ഒരു മഹത്തായ നേതൃത്വവും ഒരു മഹത്തായ പണ്ഡിതനും വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ വരികയാണ്. സുഡാനിൽ നിന്നൊരു പണ്ഡിതൻ അവിടെ നടന്ന വിശുദ്ധമായ പ്രകീർത്തന മജ്ലിസിൽ അഹമ്മദ് ഖസ്റജിയെ പരിചയപ്പെടുത്തുന്നത് ചക്കിക്കൊത്ത ചങ്കരനെന്നോ ചൂഷകനെന്നോ വഞ്ചകനെന്നോ അല്ല, മുഹിബ്ബുർ റസൂൽ. അദ്ദേഹം ഞങ്ങളെ നാട്ടിൽ വരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആസാറ് കൊണ്ട് സുഡാനിലെ മുസ്ലിങ്ങൾ ബറക്കത്തെടുക്കുന്നു. കരിമ്പിലാക്കലിനെ വെറുതെ വിടാ, പിണറായിയെയും വെറുതെ വിടാ, അവരെ വേറെ വണ്ടിക്ക് വിടേണ്ടവരാ. കാരണം അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ലാത്തത് കൊണ്ട് മുസ്ലിമാണ് എന്ന് അഭിനയിക്കാനെങ്കിലും ആഗ്രഹിക്കുന്ന ചങ്ങരംകുളവും സുന്നികളാണെന്ന് അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളോടും വിനയത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പണ്ഡിതൻ പ്രസംഗിക്കുന്നത് നോക്ക് നിങ്ങൾ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي بنعمته تتم الصالحات. والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا محمد وعلى آله وصحبه أجمعين. هذه ليلة مباركة، والله كلما كنت أدخره أن أقوله في هذه الليلة سبقني إليه الكثيرين من العلماء ومن الأحباب الذين أفتخر بهم، فجزاهم الله كل خير. ولكن أبت نفسي وجئت من السودان أقطع آلاف الأميال محبة في رسول الله ومحبة في هذا الأخ الكريم فضيلة الدكتور الذي جاءنا في السنة الماضية وحضر معنا المولد وقدم من آثار المصطفى صلى الله عليه وسلم. سألت بعض الإخوة، سألت الشيخ محمد.
സുഡാനിലെ മുസ്ലിങ്ങൾ അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നുണ്ട്. സുഡാനിലെ പണ്ഡിതന്മാർ അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നുണ്ട്. മക്കയിലെ പണ്ഡിതന്മാർ അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നുണ്ട്. ആ വിശാലമായ പരിപാടിയിൽ പങ്കെടുത്തത് ആരൊക്കെയാണെന്നറിയോ? അതേ, നിങ്ങൾ നോക്കുക, ആ മജ്ലിസിൽ വന്ന പണ്ഡിതന്മാർ എത്രയാണ്, ആ മജ്ലിസിൽ വന്ന അറബികൾ എത്രയാണ്, ആ മജ്ലിസിൽ വന്ന നേതാക്കൾ എത്രയാണ്. ഒരുപാട് അറബി പ്രമുഖരുള്ള, ഒരുപാട് നേതാക്കളുള്ള, ഒരുപാട് മലയാളികളുള്ള ഒരു വിശാലമായ ഭക്ഷണത്തിന്റെ ഹാളിൽ അവരൊരുമിച്ചു കൂടുകയാണ്. ഒരുപാട് അറബികൾ അവിടെയുണ്ട്, ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരും പാമരന്മാരുമുണ്ട്. അവരെല്ലാം അവിടെ തടിച്ചുകൂടുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം അവിടത്തെ തിരുശേഷിപ്പിന്റെ കേന്ദ്രത്തിൽ ചെന്നുകൊണ്ട് ബറക്കത്തെടുക്കുന്നതാരാ? അറബികളാ, അനറബികളാ, അതെ, ലോക മുസ്ലിങ്ങളാണ്. എത്ര ആളുകൾ സഹോദരങ്ങളെ! എന്തിനാണ് നമ്മൾ ഈ അക്കിനെതിരെ മുഖം തിരിക്കുന്നത്? ഇനിയോ സഹോദരന്മാരെ, അവിടെയുള്ള ആസാറിന്റെ ശേഷിപ്പുകൾ കണ്ടു ബറക്കത്തെടുക്കുകയാണ് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ നേതാക്കൾ. مش عارف والله. هذا أدب النبي. هذا مولانا من شعر اللحية، اللحية الشريفة. نعم. هذا مولانا شعر الغرة الشريفة. هذا مولانا شعر الرأس الشريف. هذا يكفي يا شيخ احمد، يكفي عنا المولد. هذا غطاء للشعر الابيض حتى يرى الشعر الابيض. شعر النبي صلى الله عليه وسلم 5 شعرات بيض مولانا، من اصل 17 شعره. احنا عندنا 6 شعرات بيض، هني 5. تفضل مولانا. هذه قطعه من قميص من الكتان. نعم، سيدنا الرسول صلى الله عليه وسلم. هذا من القطن مولانا، سيدنا الرسول صلى الله عليه وسلم. ما شاء الله، ما شاء الله. هنيئا لكم. الله يبارك فيك. هنيئا لكم يا آل خزرج. هذا مولانا خصلة كاملة من رأس الشريف. هنيئا لكم يا سيدي. هاي لما زرتونا العام غسلناها بحضوركم. نعم. الشعر الشريف يطول كل سنة من 1.5 سم إلى 2 و3 أعشار. شوف الضفيرة هاي، شوف هذا خصلة مولانا. الحياة قائمة. هاي مولانا غسلناها في نيجيريا وكتبت السماء الله الله. نعم. حضر الغسل أكثر من 3 ملايين. هاي ضفيرة مولانا من الضفيرة اللي حلقها النبي صلى الله عليه وسلم في صلح الحديبية من الشق الأيمن. هذا جزء والجزء الثاني هنا. هذا جزء من نعال السيدة فاطمة الزهراء رضي الله عنها. هذا من شعر الشارب، الشارب الشريف، شارب النبي صلى الله عليه وسلم. أخذوا شوية. هاي بعض الآثار من الغرفة الشريفة. هاي مكحلة السيدة فاطمة الزهراء. عرفتوا مولانا هاي؟ ايوه. من هذا؟ والده السيد مكي. ما شاء الله. هذا جدي الشيخ احمد. ايوه. الله يرضى عنك. قرأوا الفاتحة. بسم الله الرحمن الرحيم، الحمد لله. تفضل مولانا. هاي مولانا هني، هذه البردة الشريفة كاملة، والنبي صلى الله عليه وسلم أطلق عليها اسم الكبرى. ايوه. انا جيت على هذا البردة، نقرا لو بيتنا البردة. يا رب بسم الله. مولاي صل وسلم دائما ابدا على حبيبك خير الخلق. جيبوا طاولة، جيبوا طاولة، هات لي طاولة. المصطفى بلغ مقاصد. ما
الظفيرة. ايوه يا واسع الكرم صلى على رسول الله. هذا مولانا ثوب الإمام علي كرم الله وجهه. الظفيرة فوق مولانا، شوف فوق. هذا ثوب سيدنا الإمام علي كرم الله وجهه. وهذا أثر القدم الشريف. هذا هنا واضح. صلى عليه الصلاة والسلام. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله. ودمتم. بارك الله فيك يا سيدنا. أكرمكم الله. جزاك الله عنك. ما شاء الله. الله يسلمك. تهاني. ഈ ഒരു അവസ്ഥ ലോകത്തിന്റെ പരമ യാഥാർത്ഥ്യമാണ്. ഇനിയോ അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് ഖസ്റജിന്റെ വീട്ടിൽ ആർക്കും പോകാം, അവിടെ എല്ലാവർക്കും വിഷയം പഠിക്കാം. പക്ഷേ എന്ത് സംഭവിച്ചു? ആരും സന്നദ്ധമായില്ല. അവസാനം ഖസ്റജി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിന്റെ അടുത്ത് വന്നോളി, അവിടെ വന്ന പണ്ഡിതന്മാരൊക്കെ അത് ശരിയാണ് എന്ന് ഒപ്പുവെച്ചിട്ടുണ്ട്, നിങ്ങളും വന്നോളിയും എന്ന് പച്ചയായി കേരളത്തിൽ വന്നു പറഞ്ഞു. بالأدلة الشفهية، فإنني أؤكد لكم أن جميع الآثار النبوية الشريفة الموجودة في الخزانة الخزرجية وآثار الصحابة رضوان الله عليهم وساداتنا من أئمة أهل البيت الأطهار كلها لها أسانيد ووثائق نحتفظ بها موقعة من العلماء الذين شهدوا انتقالها من مورث لوارث ومن واهب لموهوب له. നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കൈവശം തിരുശേഷിപ്പുകളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം കേൾക്കണം, ആ തിരുശേഷിപ്പുകൾക്കൊക്കെ വ്യക്തമായ സനദുകളും വ്യക്തമായ വസായിപ്പുകളും വ്യക്തമായ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് മാത്രമല്ല, ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർ അവയൊക്കെ പരിശോധിച്ച് അവയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളോട് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, അത് ഇദ്ദേഹം ഇവിടെ വന്നു പറയുന്നതിന്റെ മുമ്പ് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രവാചക പ്രേമത്തിന്റെ പ്രൗഢോജ്വലമായ സദസ്സുകൾ കണ്ട് ആനന്ദ ലഹരിയിലായ ഖസ്റജി നമ്മെ സന്തോഷിപ്പിക്കാൻ തന്നതാണ് ആ തിരുകേശം. അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു എന്നറിയുകയും ആ കലഹത്തിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷികളെ കുറിച്ച് ഖസ്റജി പഠിക്കുകയും ചെയ്തിട്ട് ആ ഖസ്റജി മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാര് കുഴപ്പത്തിൽ പോകാതിരിക്കാൻ ആ കുഴപ്പങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയിലെ നേതാവിനെ വിളിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ക്ഷണിച്ച വിവരം കേരളത്തിൽ വന്ന് പച്ചയായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഈ അടുത്തിറങ്ങിയ കേരള കൗമുദിയിൽ അമുസ്ലിമായ ലേഖകൻ പറഞ്ഞു, ഇത് ഖസ്റജി പറഞ്ഞിട്ട് അത് നിഷേധിക്കാൻ പോലും ആരും തയ്യാറായില്ല. على تلك الوثائق أو رؤية خصائص النبوي الشعر النبوي الشريف عن كثب إلا أنه لم يأتنا أحد لهذا الغرض. وعندما سمعتم بوجود المنكرين المخالفين للآثار النبوية الشريفة ولصحة نسبة الشعرة المباركة الموجودة عند فضيلة الشيخ أبي بكر أحمد في بلد تشرف بنور الإسلام في عهد سيدنا محمد صلى الله عليه وآله وصحبه وسلم، فاستفسرت عن هويتهم وانتسابهم ثم راسلت زعيمهم عن طريق البريد الإلكتروني، أخبرته بأن مثل هذه الأمور والخلافات توجد الفتن بين المسلمين ويجب علينا ونحن من بيوت علم عريقة أن نجلس ونتباحث في الأمر ونطلعه أو من يمثله على الأسانيد والوثائق التي بحوزتنا ليتبين الحق
بدل تشتيت الصفوف. മറ്റൊരു കാര്യവും കൂടി നിങ്ങൾ ഗൗരവപൂർവ്വം കേൾക്കണം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല സംശയമുണ്ട് എങ്കിൽ അവരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടതായ എല്ലാ രേഖകളും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പലവട്ടം പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ ആ അഭ്യർത്ഥന മാനിക്കാനോ അത് ചെവിക്കൊള്ളാനോ ആരും തയ്യാറായില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീനുൽ ഇസ്ലാം വന്ന പുണ്യഭൂമിയാണല്ലോ നിങ്ങളുടെ കേരളം. ഈ കേരളത്തെ സംബന്ധിച്ച് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുത, ഫളീലത്തു ശൈഖ് അബൂബക്കർ ഞാൻ ആ പുണ്യ തിരുദേശങ്ങളിൽ നിന്ന് ഒരു കേശം കൊടുത്തപ്പോൾ ഈ നാട്ടിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനുൽ ഇസ്ലാം എത്തിയ ഈ നാട്ടിൽ ആ തിരുശേഷിപ്പിനെ എതിർക്കാൻ കാരണവരത്തെ ചീത്ത പറയാൻ കുറെ ആളുകളുണ്ട് എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞപ്പോൾ ഇവരാരാണ്, ഏത് പാർട്ടിക്കാരാണ്, ഇവരേത് വിഭാഗമാണ് എന്ന് ഞാൻ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ അവരുടെ നേതാവാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇമെയിൽ മുഖേന ഞാൻ അവരോട് ബന്ധപ്പെട്ടു. ഞാൻ ആ നേതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ അനുയായികളെ ഇതിലുണ്ടാകുന്നതിൽ നിന്ന് ആ നേതാവിനോട് വ്യക്തമായി ഞാൻ പറഞ്ഞു, അനുയായികൾ കുഴപ്പമുണ്ടാകാതിരിക്കാൻ അവർ നിങ്ങൾ പറഞ്ഞു നിർത്തണം. ഇവരുടെ നേതാവിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പക്ഷേ അദ്ദേഹം അതിന് ഒരക്ഷരം മറുപടി പോലും പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കണ്ണുള്ളവർക്ക് കാണാൻ, കാതുള്ളവർക്ക് കേൾക്കാൻ ഇത് എമ്പാടും പോരയോ? വീണ്ടും അദ്ദേഹം പറഞ്ഞ പ്രസക്തമായൊരു വാക്കുണ്ട്. ആ ജനത്തെ കണ്ടില്ലങ്ങള്, കഴിഞ്ഞ വർഷമല്ല അതിന്റെ മുമ്പത്തെ വർഷം 50,000 ബോട്ടിലുകൾ ഒരു പൈസ വാങ്ങാതെ കൊടുത്തു. കഴിഞ്ഞ ഈ ജനുവരി 30-ാം തീയതി വന്ന ആളുകൾ വിവാദവും വിശദീകരണവും കൊഴുത്തപ്പോ 2 ലക്ഷം ബോട്ടിലുകൾ തികയാതെ വന്നു. സുബൈക്ക് തന്നെ വരി നിൽക്കുകയാണ് അല്ലേ? ₹1 25 പൈസ വാങ്ങിയാ പോരെ, ഒരു നാനോ കാർ വാങ്ങാനുള്ള കാശിട്ടൂലേ? ഒന്ന് ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. ഒരു പൈസ വാങ്ങിയില്ല. അദ്ദേഹം പിന്നെ പറഞ്ഞതെന്താണ്? UAE എന്ന് പറഞ്ഞാൽ അത് ഈ ദുനിയാവ് തന്നെയല്ലേ? മർക്കസും ഈ ദുനിയാവിലാണ്, പക്ഷെ തൗഫീക്ക് വേണ്ടേ? അദ്ദേഹത്തിന്റെ അടുത്ത വർത്തമാനം, أن يكفى أتباعه عن إثارة الفتنة وتحقير الآثار النبوية الشريفة، إلا أنه لم يرد علي حتى هذه اللحظة لا إيجابا ولا سلبا، بل استمر أتباعه بالمهاترات وإحداث البلبلة كما سمعت. ومن باب النصح لجمع كلمة المسلمين وخدمة الآثار النبوية الشريفة، فإنني أؤكد اليوم تلك الرغبة، وأن بيتنا في أبو ظبي مفتوحا لاستقبال كل راغب للتبرك بالآثار النبوية الشريفة أو الاطلاع على الخصائص والتي هي عندي أهم وأبلغ من الأسانيد، وكذلك الاطلاع على الأسانيد والوثائق لأهل العلم والباحثين. തിരുശേഷിപ്പുകളെ നിന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ അനുയായികൾ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ, മുസ്ലിങ്ങളുടെ ഐക്യം നിങ്ങളുടെ അനുയായികൾ മുഖേന തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ആ നേതാവിനോട് പറഞ്ഞു, അനുയായികളെ കണിഞ്ഞാനിടുക, നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ എന്റെ വീട്ടിൽ വരിക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാനിപ്പോഴും ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്, അബുദാബി എന്നത് ഈ ഭൂലോകത്ത് തന്നെയല്ലേ? നിങ്ങളൊന്ന് വരാൻ തയ്യാറാകുക. ഞാൻ ഇതിന് വേണ്ട മുഴുവൻ രേഖകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. വളരെ വ്യക്തമായി ഇത് സംബന്ധമായ മുഴുവൻ തർക്കങ്ങളും തീർക്കാൻ നിങ്ങൾ ആരെങ്കിലും മനസ്സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ വരണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ നേതാവോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ എന്നൊരു മറുപടി പറയാൻ തയ്യാറായില്ല. സഹോദരന്മാരെ, സനദില്ല എന്ന് പറഞ്ഞ് ചങ്കരംകുളം മുജാഹിദ് വർക്കത്തെടുക്കാതെ കണ്ട, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും വർക്കത്തെടുക്കാതെ കണ്ട.
വിശ്വാസമില്ലാത്ത മടവൂരികൾക്ക് ഇടമറുകിന്റെ വണ്ടിയിൽ കയറാം. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നാളെ ഇവിടെയുള്ള വഹാബികൾ സുന്നികളെ തമ്മിലടിപ്പിക്കാൻ ഞങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ ഇട്ടുകൊണ്ട് കലാപം കൂട്ടണ്ട. ഞങ്ങളിൽ ചിലർ കാന്തപുരം ഉസ്താദിനെ ചിലർ സുന്നികളായ ചിലർ ആക്ഷേപിക്കുന്നുണ്ട്. അത് തെറ്റിദ്ധരിച്ച് തിരുകേശത്തിലും എത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വഹാബികൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കിടയിലുള്ള തർക്കം ആശയപരമല്ല. അതേ സമയത്ത് മടവൂരികളുടെയും ചങ്ങരംകുളത്തുകാരുടെയും ക്ലിപ്പ് ഞാനിട്ടത് നിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ ആശയപരമായി തന്നെ ഖുർആനിനെ പ്രമാണമാക്കി നിങ്ങൾ ഇസ്ലാം കണ്ടെത്തിയിട്ട് എന്തേ നിങ്ങൾ രണ്ടായത്? നിങ്ങളെ യുക്തി രണ്ടായത് കൊണ്ടാണ്, മതം രണ്ടായത് കൊണ്ടല്ല. എന്നാൽ സുന്നികൾക്കിടയിലുള്ള തർക്കത്തിന്റെ കാരണം മുജാഹിദ് മൗലവി എന്നെ പറയുന്നത്. ഈ കെ സുന്നികൾ ഈ വ്യവസായത്തെ ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ട പ്രവാചകന്റെ തിരുകേശം എന്ന പേരിൽ കാന്തപുരത്തിന്റെ മുടി എന്ന് എല്ലാ സുന്നികളും ഏറെക്കുറെ ഇന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ സഹോദരങ്ങളെ ഈ കെ സുന്നികൾ എതിർക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാന്തപുരമാണ്. കാന്തപുരത്ത് വെല്ലാൻ പോകുന്ന വ്യവസായം നടത്താൻ ഈ കെ സുന്നികൾക്ക് സാധിക്കാതെ പോയി. കാന്തപുരം വാരിക്കൂട്ടുന്ന പണവും കാന്തപുരം വാരിക്കൂട്ടുന്ന അംഗീകാരവും ആദമിന്റെ 2 മക്കളിൽ ഒരാൾക്കൊരാൾക്കുണ്ടാക്കിയ രോഗമുണ്ടാക്കി. അതെന്താണത്? അത് അസൂയയാണ്. ആ അസൂയയുടെ പിൻബലത്തിലാണ് ഇതിന്റെ സനദ് പരിശോധിച്ചത്. ആ അസൂയയുടെ പിൻബലത്തിലാണ് അഹമ്മദ് ഖസ്റജിയുടെ ഗ്രന്ഥം തേടിപ്പോയത്. അസൂയല്ലാത്ത നിങ്ങൾക്കൊന്ന് ഖസ്റജിന്റെ അടുത്തേക്ക് പോന്നൂടെ? അസൂയല്ലാത്ത നിങ്ങളെ നമ്മള് മർക്കസക്ക് വണ്ടിക്കൂലി അടക്കം തന്ന് വിളിച്ചില്ലേ? എന്തേ വരാതിരുന്നതോ? അതേ കാന്തപുരം ഉസ്താദ് വ്യവസായത്തിൽ മുന്നിൽ തന്നെയാണ്. ആ വ്യവസായത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് എടുക്കണമെന്നോ അതിലൊരു ഷെയർ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങളൊക്കെ. ഏതാണ് ആ വ്യവസായം എന്നറിയോ? അലാ അദുല്ലുക്കും അലാ തിജാറ. ഖുർആൻ പറഞ്ഞു തന്ന ഒരു വ്യവസായമുണ്ട്. അതേ, നിങ്ങൾക്ക് ഞാനൊരു വ്യവസായം പറഞ്ഞു തരട്ടെയോ? വസാബിഖൂ ഇലൽ ഖൈറാത്ത്. ആ വ്യവസായത്തിൽ നിങ്ങൾ മുന്നിൽ നിൽക്കണോ? ആ വ്യവസായത്തിൽ നിങ്ങൾ അസൂയ കാണിക്കുകയല്ല വേണ്ടത്. ആ വ്യവസായത്തിൽ നിങ്ങൾ മത്സരിക്കണം. ഏതാണ് ആ വ്യവസായം എന്നറിയോ? ആ വ്യവസായത്തിന്റെ ഫലം എന്താണ്? പാരത്രിക ലോകത്തെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ പരിരക്ഷിക്കുന്ന വ്യവസായമാണ്. മനുഷ്യന്റെ നല്ല സമയങ്ങൾ നൽകിയിട്ടോ ആ സമയങ്ങൾ കൊടുത്തിട്ട് ഖൈർ സ്വീകരിക്കുന്ന വ്യവസായം. ആ വ്യവസായത്തിൽ കാന്തപുരം ഉസ്താദ് മുന്നിൽ തന്നെയാണ്. വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ഒന്ന് തുഅ്മിനൂന ബില്ലാഹ്. ഈമാനിന് വേണ്ടിയുള്ള വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വഴിയിലുള്ള ജിഹാദ്. ആ ജിഹാദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ആ ജിഹാദാണ് ഇമാമിങ്ങൾ നടത്തിയത്. ആ ജിഹാദിന്റെ പാതയിലുള്ള വ്യവസായത്തിലാണ് കാന്തപുരം ഉസ്താദ്. ഇത് ഞങ്ങളെ അവകാശവാദമല്ല. മക്കയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ മുഹമ്മദ് അലവി മാലിക്കി പറയുന്നുണ്ടോ, കാന്തപുരത്തിന്റെ വ്യവസായം ദുനിയാവിന്റെ വ്യവസായമല്ല, അത് ഇമാമിങ്ങൾ നടത്തിയ വ്യവസായമാണ്, പണ്ഡിതന്മാര് നടത്തിയ കച്ചവടങ്ങളാണ്. الله أكرمكم بهم أخونا في الله وهو المجاهد في سبيل الله هذا الشيخ الجليل الشيخ أبو بكر ابن أحمد الباقوي وهو رجل رأينا من جهاده ونشاطه وخدمته للدين ما ذكرنا بعهد الأئمة السابقين من السلف الصالحين رضي الله عنهم أجمعين. കാന്തപുരം ഉസ്താദിന്റെ വ്യവസായമേതാ? ഇമാമിങ്ങൾ നടത്തിയ വ്യവസായം. അതേ, ആ വ്യവസായത്തിൽ ഉസ്താദ് മുന്നിൽ തന്നെയാണ്. ഇന്ത്യയിൽ ആകമാനം ആയിരക്കണക്കിലധികം വരുന്ന പള്ളികൾ നിർമ്മിച്ച് ആഖിറത്തിലേക്കുള്ള വ്യവസായത്തിൽ കാന്തപുരം ഉസ്താദ് മുന്നിൽ നിൽക്കുമ്പോൾ ആ വ്യവസായത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ മറ്റൊരാൾക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല.
ആയിരക്കണക്കായ യതീമുകളെ ഈ ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വിദേശ രാജ്യങ്ങളിലേക്ക് വിസ കൊടുത്തു ഈ രാജ്യത്തെ അഭ്യസ്ത വിദ്യരാക്കി വളർത്തിയ ആയിരക്കണക്കായ യതീമുകൾ കാന്തപുരം ഉസ്താദിന്റെ വ്യവസായം തന്നെയാണ്. അതേ വ്യവസായത്തിൽ മുന്നിൽ കാന്തപുരം ഉസ്താദ് തന്നെയാണ്. എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, എത്രയോ ദീനിന്റെ സമുദായത്തിന്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി, എത്രയോ വേദികളിൽ അവിടെ നിന്ന് വയലു പറഞ്ഞു, എത്രയോ മുതല്ലിമീങ്ങൾക്ക് അറിവ് കൊടുത്തു. ഇത് വ്യവസായം തന്നെയാ. ആ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാന്തപുരം ഉസ്താദാണ് പോൽ. അതുകൊണ്ട് അസൂയ ഉണ്ടായി ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഈ സുന്നികള് വളരെ കൃത്യമായി തെളിവ് സഹിതം അത് വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു വിഭാഗത്തോടുള്ള ഈർഷ്യതയുടെ ഫലമായിട്ടാണ്, നീതിബോധത്തിന്റെ ഫലമായിട്ടല്ല. വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. ആയത്തടക്കം മൗലവി പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് AP ഉസ്താദിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളോട് ഞങ്ങൾ തർക്കത്തിനില്ല, വാദകോലാഹലങ്ങൾക്കില്ല. പക്ഷേ മലർന്നു കിടന്ന് തുപ്പിയാൽ അത് സുന്നത്ത് ജമാഅത്തിന് പരിക്ക് വരുത്തുമെന്ന് ആലോചിച്ചോ? കാന്തപുരം ഉസ്താദ് സനദ് മർക്കസ് സമ്മേളനത്തിൽ പറയേണ്ടത്ര പറഞ്ഞു, കോട്ടക്കലിലെ ഉലമാ കോൺഫറൻസിൽ പറയേണ്ടതുപോലെ പറഞ്ഞു. എന്നാൽ മുജാഹിദ് മൗലവിമാര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരാ ഇവരെ കൊണ്ട് ഇത് ചോദിപ്പിച്ചതോ? അതാണ് ഖുർആൻ പറഞ്ഞത്, ലാ യജ്രിമന്നകും ശനആനു ഖൗം. മൗലവി ചോദിക്കുക AP ഉസ്താദിനോട് സനദ് ചോദിച്ചോലോട്, നിങ്ങൾ എവിടെയാ സനദ് പറഞ്ഞത്? അതാദ്യം പറയണം. റഹ്മത്തുള്ളാഹി ഖാസിമി കാന്തപുരം ഉസ്താദിനോട് പരമ്പര ചോദിക്കുന്നു സനദ്. വെല്ലൂരിന്ന് കൊണ്ടുവന്ന വെള്ളാണ് ഇത്. കാസിമിന്റെ വാക്കാട്ടോ. വെല്ലൂരിന്ന് കൊണ്ടുവന്ന ഇത് EK സുന്നിയക്കുണ്ടായ ബേജാറെന്നറിയോ? അതാദ്യം പറയണം. റഹ്മത്തുള്ളാഹി ഖാസിമി കാന്തപുരം ഉസ്താദിനോട്, ആരോട് കേട്ടില്ല നിങ്ങൾ? കാന്തപുരം ഉസ്താദിനോട് പരമ്പര ചോദിക്കുന്നു സനദ്. വെല്ലൂരിന്ന് കൊണ്ടുവന്ന വെള്ളാണ് ഇത്. കാസിമിന്റെ വാക്കാട്ടോ. വെല്ലൂരിന്ന് കൊണ്ടുവന്ന വെള്ള, സനദുള്ള വെള്ള, മുടിയിട്ട വെള്ളാണ്. അല്ലാഹുവിന്റെ റസൂലേ റഹ്മത്തുള്ള വെറുതെ പറയുന്നതല്ല, സനദുള്ള വെള്ള. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ കാസിമി, സനദുള്ള വെള്ള നിങ്ങളോ തൊള്ളോണ്ട് പറഞ്ഞാൽ സനദ് ഉണ്ടാകെ, അത് കാന്തപുരത്തിന്റെ തൊള്ളോണ്ട് സനദ് എന്ന് പറഞ്ഞാ പോരാ, സനദ് പറയണമെന്നാ പറഞ്ഞു. അപ്പൊ നിങ്ങളെ തൊള്ളോണ്ട് പറഞ്ഞാൽ മതിയോ? ഇങ്ങോട്ട് മനസ്സിലാക്കിയില്ലേ? അത് നിങ്ങൾ അതിന് മറുപടി കിടക്കാത്ത. കാരണം അള്ളാന്റെ ദുനിയാവിൽ ഇത്തരം ഒരു വിഡ്ഢി വേറല്ല. ഇയാൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇഞ്ഞത് മനസ്സിലാകാത്ത നാക്കാലി റോട്ടുമുണ്ടാവൂല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ വിശദീകരിക്കാത്തത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാള് ചോദിക്കണ അടുത്ത 1.5 ചോദ്യം. എന്നിട്ട് മൂപ്പര് പറയാ സനദുള്ള വെള്ളാതെ ചോദിക്കട്ടെ കാസിമി, ഈ മുടിയുടെ സനദ് നിങ്ങൾ എവിടെ വായിച്ചു? ഏത് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വായിച്ചു? ഏത് ചേളാരി സ്ഥാപനത്തിൽ വായിച്ചു? നിങ്ങളുടെ ഏത് മന്ദിയിൽ വായിച്ചു? ഇതിന്റെ സനദ് നിങ്ങൾ വായിച്ചില്ല. നിങ്ങൾക്ക് എങ്ങനെ കാന്തപുരത്തിനോട് ചോദിക്കാൻ അവകാശം? അതൊക്കെ നിങ്ങൾ തമ്മിൽ ചോദിച്ചോളി. ഞങ്ങളിപ്പോ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാനവികതയും പറഞ്ഞു വയലറിയാം. നിങ്ങൾ അതൊക്കെ അതിന്റെ പിന്നാലെ സമുദായത്തിന് ഒരു ഉപകാരമില്ലാത്ത കുറെ വിഷയമായിട്ട് നിങ്ങൾ നടന്നോളി. മിനിഞ്ഞാന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത ഉണ്ട്. ഒരു വലിയ സമ്മേളനം നടന്നിട്ട് ആ സമ്മേളനത്തിൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വൃത്തികേട് വിളിച്ചു പറയുന്നതിനപ്പുറം ആ സമ്മേളനത്തിൽ നിന്ന് സമൂഹം ഗുണകരമായ ഒന്നും കേട്ടില്ല എന്നത് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തല. ഞങ്ങളാ വൈക്കില്ല, ഞങ്ങളാ പണിക്കില്ല. ഇനിയോ ഇനി അടുത്തൊരു 1.5 വർത്താനം കേട്ടോളൂ. കാസിമിയാട്ടോ ഏറ്റവും ഗുരുതരമായ തെറ്റ്. ഇവിടെ മുടിയെങ്കിലും പേരിനുണ്ട്, മൂപ്പരത്ത് മുടിയില്ല, തൊള്ളാത്രേ. കുറ്റം പറയാ മൂപ്പര്. എന്തൊരു വിഷമയാക്ക്. സഹോദരങ്ങളെ, തമാശയല്ല. ഇസ്ലാമിൽ വളരെ ഗൗരവപ്പെട്ട 2 തിന്മയുണ്ട്. ആ 2 തിന്മകളുടെ പ്രത്യാഘാതം എന്താണെന്നറിയോ? ആ തിന്മ ചെയ്താൽ അവന്റെ ജീവിതത്തിൽ പിന്നെ നന്മകളില്ല. അതിൽ ഒന്നാമത്തെ തിന്മ എന്താണ്? 60 കൊല്ലക്കാലം നിസ്കരിച്ച മനുഷ്യന്റെ ജീവിതത്തിലോ അള്ളാഹ്ക്ക് ശിർക്ക് ചെയ്താൽ, അള്ളാഹുവിൽ ഒരാളെ പങ്കു ചേർത്താൽ, അള്ളാഹ്
അള്ളാഹ്ക്ക് പങ്കുചേർത്ത മനുഷ്യന്റെ നിസ്കാരം നിഷ്ഫലമായി പോയി. കാരണം അള്ളാഹ്ക്ക് പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാനെ നിസ്സാരപ്പെടുത്തലാ. അള്ളാനെ നിസ്സാരപ്പെടുത്തിയാൽ പിന്നെ അവന്റെ നിസ്കാരം അസ്ഥാനത്താണോ? അവന്റെ ഇബാദത്തുകൾ അസ്ഥാനത്താ. ഇതുപോലെ തന്നെയാ രണ്ടാമത് അവന്റെ ജീവിതത്തിൽ മറ്റൊരു ഗൗരവപ്പെട്ട തെറ്റെന്താണെന്നറിയോ? അള്ളാന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തലാണ്. ഒരാളുടെ സൽക്രമം അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ രണ്ടാളെ അവൻ ആദരിച്ചേ പറ്റൂ. എങ്ങനെയാണ് ആദരിക്കേണ്ടത്? വേണ്ടതുപോലെ ആദരിക്കണോ? ഒന്ന് അല്ലാഹനെയാണ്. അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ ബഹുമാനിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്താത്തവന്റെ ഒരു സൽക്രമവും നിഷ്ഫലമില്ലാത്തതാണോ? എന്നാൽ അല്ലാഹനെ അവന്റെ സൽക്കർമ്മം സ്വീകരിക്കണമോ? അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കണോ? എങ്ങനെ ആദരിക്കണമെന്നറിയോ? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മൈ. എന്റെ ദിക്ർ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ, എന്നെ എവിടെയൊക്കെ ബഹുമാനിക്കുന്നുണ്ടോ, എന്നെ എവിടെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ, അവിടെയെല്ലാം റസൂലുള്ള സ്നേഹിക്കപ്പെടണോ, അവിടെയെല്ലാം റസൂലുള്ള ആദരിക്കപ്പെടണം. ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മൈ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹനെ ആദരിച്ചുകൊണ്ടുള്ള വാക്കിന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൂടി പറഞ്ഞില്ലെങ്കിൽ അവന്റെ ആരാധന സ്വീകാര്യമല്ല. ഇതുപോലെ അല്ലാഹനെ നിസ്സാരപ്പെടുത്തിയാൽ അവന്റെ അമല് ബാത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്തിയാലും അമല് ബാത്തിൽ തന്നെയാ. അതേ നിങ്ങൾ കണ്ടില്ലേ, ലാ തർഫൗ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അല്ലാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യവും സൗമ്യവുമുള്ള ശബ്ദത്തെക്കാളേറെ ഒരാളുടെ ശബ്ദം ഉയരുകയെങ്കിലും ചെയ്താൽ നമ്മുടെ ദൃഷ്ടിയിൽ ചെറിയ പാപമാണ്. എന്നാൽ അല്ലാഹ് അതിന്റെ പ്രത്യാഘാതം പറയുന്നുണ്ട്. അവന്റെ അമലുകൾ ബാത്തിലാവുകയാ. ശിർക്ക് അമലിനെ ബാത്തിലാക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്തുന്ന ബിദ്അത്തോ, അല്ലാഹുവിന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്തുന്ന അസൂയയും നമ്മുടെ അമല് ബാത്തിലാക്കും കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ആ ഹബീബിനെ സാധാരണക്കാരനാക്കിയ വഹാബികൾ, ആ വഹാബികളിൽ ബുദ്ധിമുട്ടുപോയ മടവൂരികൾ, അവരുടെ നേതാവായ CP ഉമർ സുല്ലമി പറഞ്ഞു വെച്ച് അവസാനം എത്തിയത് എവിടെയാണെന്നറിയോ? ഒരു മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുകരിച്ചുകൂടാ. ഇതാണ് പോൽ ഇസ്ലാം. എന്നിട്ട് ആ മൗലവി പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലല്ലേ കാര്യപ്പെട്ട ആള്. ആ റസൂൽ ഒരു കാര്യം പറഞ്ഞാലും വാത്തൊടാതെ വിശ്വസിച്ചുകൂടാ, അംഗീകരിച്ചുകൂടാ. റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ ആ റസൂലുള്ളാനെ ചോദ്യം ചെയ്യണമെന്ന് വരെ ഈ യുക്തിവാദികൾ വിളിച്ചു പറഞ്ഞല്ലോ. ചോദ്യം ചെയ്യപ്പെടാത്തവൻ പടച്ചവൻ മാത്രമാണ്. വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്? ആര് ചെയ്താലും ശരി. അതല്ല, നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ അന്ധമായി നിങ്ങൾ അനുകരിക്കുന്നുവെങ്കിൽ അവന് ദിവ്യത്വം കൽപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം. അവൻ ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അത് ആര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. കാരണം മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്. മനുഷ്യൻ നിലയ്ക്ക് ചെയ്തതാണെങ്കിൽ മനുഷ്യൻ നിലയ്ക്ക് നമുക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. വേറെ ആരോടാണ് ഈ അസഹിഷ്ണുത? എന്നാ ചങ്കരംകുളം മുജാഹിദിലെ മൗലവിന്റെ ടെൻഷൻ എവിടെയാ? അള്ളാഹ് എഴുതിയതിന്റെ കൂടെ മുഹമ്മദ് എന്ന് എഴുതല അയാളുടെ ടെൻഷൻ. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതോ അള്ളാന്റെ ഹബീബിന്റെ ദിക്റിനെ അള്ളാഹ് ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മൈ. മൗലവി അതാണ് ബേജാറാക്കുന്നത്. അള്ളാഹ് എഴുതിയ പിന്നെ മുഹമ്മദ്. അള്ളാഹ് മുഹമ്മദ് ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ഇപ്പുറത്ത് അള്ളാഹ്, ഇപ്പുറത്ത് മുഹമ്മദ്. അള്ളാന്റെ അതേ സ്ഥാനം, അതേ വലുപ്പത്തിൽ. പള്ളിന്റെ ഒരു ഗേറ്റും അള്ളാഹ്, ഇപ്പുറത്ത് മുഹമ്മദ്. അല്ലെ? തുല്യ വലിപ്പത്തിൽ, തുല്യ പ്രാധാന്യത്തിൽ അള്ളാഹ്ക്ക് തുല്യനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്ന രീതി. തുല്യ പദവിയല്ല, ഒന്ന് ഉടമയാണ്.
ഒന്ന് ഉടമയുടെ മധ്യവർത്തിയാണ്. ലാ ഉദ്കറു ഇല്ലാ വതുദ്കറുമായി. ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരന്മാരെ. ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, മകാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹു ഒരു തീരുമാനം പറഞ്ഞാൽ, റസൂലുള്ള ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്തുകൂടാ. അങ്ങനെയാണ് ഹബീബിനെ മനസ്സിലാക്കേണ്ടത്. അതിൽ അപകടം സംഭവിച്ചു. സുന്നി വിരുദ്ധരായ മുഴുവൻ കക്ഷികൾക്കും അല്ലാഹു നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ.